ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലോകം വിറയ്ക്കുകയാണ് ഇറാന്റെ ഓരോ പരാക്രമങ്ങൾ കണ്ട്. അതായത് അമേരിക്കയെ പോലും അടിച്ച് പറപ്പിക്കാൻ ഇറാൻ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഖത്തറിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ വ്യോമ താവളങ്ങൾ ഇറാൻ തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നു. അടുത്ത ബഹറിലേക്ക് പോകുമെന്നുള്ള ഭയം അമേരിക്കയ്ക്കുണ്ട്. അമേരിക്കയെ വരെ വെല്ലുവിളിക്കാനും വിറപ്പിക്കാനുമുള്ള ശക്തി ഇറാനുണ്ടോ? ഇറാനുണ്ട് എന്നുള്ളതിന്റെ തെളിവല്ലേ ഇപ്പൊ കണ്ടത് അല്ലേ? എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ അതിന് വിരുദ്ധ അഭിപ്രായക്കാരനാണ്. ആരെങ്കിലും തല്ലാൻ പോകുന്നതിന് മുമ്പ് നോട്ടീസ് കൊടുക്കുമോ? നോട്ടീസ് കൊടുക്കുക എന്നുള്ളതല്ല, അവർ കൃത്യമായിട്ട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഇന്നലെയാണോ അതിന് മുന്നിൽ? അവര് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അമേരിക്ക ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളത്. പക്ഷെ അവര് കൃത്യം സമയവും സന്ദർഭവും മറ്റേ കണിയാനെ നോക്കി മുഹൂർത്തം വരെ കുറിച്ചിട്ട് ആക്രമിക്കാൻ പോയാൽ അതൊരു തമാശയാകത്തേ ഉള്ളൂ. ഖത്തർ എയർബേസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക താവളമാണ്. സംഭവമൊക്കെ ശരിയാണ്, വലിയ നാശനഷ്ടമൊക്കെ ഉണ്ടായി. അമേരിക്ക അവിടെ കൊണ്ടുപോയി ഫോർദോയിൽ 4 മറ്റേ MOP അതായത് മറ്റേ ബങ്കർ ബസ്റ്റർ ബോംബ് 6 എണ്ണം, 3 വിമാനങ്ങളിൽ നിന്ന് 2 എണ്ണം വീതം 6 എണ്ണം, അങ്ങനെയാണെന്ന് തോന്നുന്നു കണക്ക്. അതായത് 6 പൊട്ടിച്ചുള്ളൂ. ആ കൃത്യം 6 മിസൈൽ പകരത്തിന് പകരം 6 മിസൈൽ തന്നെ ഖത്തറിലും പൊട്ടിച്ചു. മര്യാദയുള്ളവരാ, ഇങ്ങോട്ട് തന്നത് മാത്രം തിരിച്ചു കൊടുത്തു. അല്ല, അത് ഇറാനെ സംബന്ധിച്ച് അവർ ചെയ്ത ഒരു ബുദ്ധിപരമായ നീക്കം എന്നതിന് പറയാനൊക്കെ ഉള്ളൂ. കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ സ്വയം അവരുടെ ജനതയുടെ മുമ്പിൽ അവർ തിരിച്ചടി കൊടുത്തു എന്ന് ചോദിച്ചാൽ കൊടുത്തു. എങ്ങനെ തിരിച്ചടിച്ചു എന്ന് ചോദിച്ചാലേ പ്രശ്നമുള്ളൂ. അല്ല, തിരിച്ചടി കൊടുത്തു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തു. ഇനി അമേരിക്കയായിട്ട് മുട്ടാൻ നിന്നാൽ 8ന്റെ പണി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്താ? അതായത് ആ ബോംബ് ഇട്ടപ്പോൾ ട്രംപ് അവകാശപ്പെട്ടത് യുദ്ധം അവസാനിച്ചു, ബലം പ്രയോഗിച്ചുള്ള സമാധാനം എന്നാ പറഞ്ഞു. ആദ്യം സമാധാനം ഉണ്ടാക്കാൻ പല മാർഗങ്ങളുണ്ട്, വേണമെങ്കിൽ നമുക്ക് ബലവും പ്രയോഗിക്കാം. അങ്ങനെയാണ് ബോംബിട്ടു. അതിനുശേഷം ഇനി ഇറാൻ ഈ യുദ്ധത്തിനുണ്ടാവില്ല, ഇനി അവർ സമാധാനത്തിന്റെ പാതയിൽ വരും എന്നാണ് ട്രംപ് പറഞ്ഞത്. അവർ വന്നു ഇല്ല. പക്ഷെ അതിന് വേറെ മറുപടി കൊടുത്തിട്ടുണ്ട് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി. പറഞ്ഞേക്കുന്ന എന്തുവാ? അയാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് അവസാനത്തെ സൈനികന്റെ രക്തം ചീന്തുന്നവരെ ഞങ്ങളുടെ എന്താ പറയാ ഇവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പൊരുതും. അതായത് അവകാശവാദം വെറും പൊള്ളയാണ്. അല്ല, അതൊക്കെ ഈ പാണ്ടിലോറിക്ക് മുമ്പിൽ തവള മസിൽ പിടിക്കുന്ന അത്രയും. എനിക്കിതിൽ തോന്നുന്നത് എന്താണെന്നറിയാവോ? പിന്നെ ഇപ്പൊ പ്രേമലാലേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ ജനതയെ നമുക്ക് ബോധ്യപ്പെടുത്തണം. നമ്മളെ അടിച്ചപ്പോൾ നമ്മളെ തിരിച്ചടിച്ചു എന്നുള്ളത് ബോധ്യപ്പെടുത്തണം. അതിനുശേഷം അണ്ണാ രക്ഷിക്കണേന്ന് പറഞ്ഞ് കാലിൽ വീണാണ്. ഇനി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അണ്ണൻ തന്നാൽ ഞങ്ങൾ തിരിച്ചു തന്നാൽ. അതല്ല ഇതില് ഈ പിന്നെ ട്രംപ് നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തി. 2 രാജ്യങ്ങൾ തമ്മിൽ സമാധാന എഗ്രിമെന്റ് ഉണ്ടാകും, ഇനി വെടിനിർത്തലാണ് എന്നുള്ളത്. അപ്പോൾ ഇറാന്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞു, ശരി, ഒരു വ്യവസ്ഥ വെക്കുന്നു. ഇന്ന് പുലർച്ചെ 4 മണിക്ക് മുമ്പ് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ യുദ്ധത്തിന് താല്പര്യമില്ല. ഞങ്ങൾക്ക് യുദ്ധത്തിന് താല്പര്യമില്ല, ഞങ്ങൾക്ക് മതിയായി. അതിനുശേഷം അങ്ങേര് പറഞ്ഞത് എന്താണെന്നറിയാവോ? ഈ മറ്റേ പുലിവാൽക്കല്യാണത്തിൻ്റെ അകത്ത് നമ്മുടെ സലീം കുമാർ പറഞ്ഞേ, കേരള ഫയർഫോഴ്സിനും നാട്ടുകാർക്കും നന്ദി, ആ ഒരു ടോണിൽ എടുത്താൽ മതി. അയാളുടെ സൈന്യത്തെ മുഴുവൻ അഭിനന്ദിക്കുന്നു, അവർക്ക് നന്ദി പറയുന്നു. രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി അവസാന ശ്വാസം വരെ, അവസാന തുള്ളി രക്തം തീരുന്നത് വരെ പോരാടിയ നമ്മുടെ പട്ടാളക്കാർക്ക്, നമ്മുടെ ആംഡ് ഫോഴ്സിന് നന്ദി അറിയിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഒരു വെല്ലുവിളി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇതേ ശക്തിയിൽ തിരിച്ചടിക്കും. അതായത് പരിപാടിയെല്ലാം അവസാനിച്ചു, എല്ലാവരും സമാധാനമായിട്ട് പിരിഞ്ഞു പോകും. അല്ലെ, ഈ ഖത്തറിലെ അടി കഴിഞ്ഞതിന്റെ തൊട്ടു പുറകെ തന്നെ ഇറാഖിലും കൊടുത്തിരുന്നു. ആണോ? ഇറാഖിലും ഒരു മിസൈൽ ആക്രമണം നടത്തി, 2 എണ്ണം പൊട്ടിച്ചവിടെ നിന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ബഷാറത്ത് അൽഫത്ത്, ഓപ്പറേഷൻ ബഷാറത്ത് അൽഫത്ത് എന്നാണ് ഖത്തറിലെ. അത് അറബിയിലാണ്, അത് അവരോട് തന്നെ വഹിക്കണം. അത് ശരി. അല്ല, ഇത് ബഷാറത്ത് അൽഫത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തിട്ടാണ് ഇന്നലെ വിഷ്വൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്ക നടത്തിയ ബോംബാക്രമണം ഹാമർ വെച്ചുള്ള തലക്കെട്ടടിയോ അങ്ങനെ എന്തോ ആയിരുന്നു, ചുറ്റിക വെച്ചുള്ള തലക്കെട്ടടി. അതായിരുന്നു അതിന്റെ അർത്ഥം മലയാളത്തിൽ. മറ്റേത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, ഇസ്രായേൽ. ഇത് ബഷാറത്ത് അൽഫത്ത് എന്താണെന്നറിയില്ല. ഇനി തോന്നുന്നില്ല. ഏകദേശം 24 ഹെക്ടറോളം വലിപ്പമുള്ളതാണ് ഈ പറഞ്ഞ അമേരിക്കയുടെ സൈനിക താവളം. ഖത്തറിലെ മരുഭൂമിയിലാണ് ആ സൈനിക താവളം ഉള്ളത്. 10,000-ഓളം സൈനികർ ഓൾറെഡി അവിടെ ഉണ്ട്, സ്ഥിരമായിട്ട് അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ 19ഓളം സൈനിക താവളങ്ങളുണ്ടെന്ന്. അതിൽ
ഏറ്റവും വലിയ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നേരത്തെ തന്നെ വ്യോമതാവളം അടയ്ക്കാനുള്ള നിർദ്ദേശമൊക്കെ നൽകി. അല്ല ഇവിടെ അല്ല ഇത് ഇറാൻ ഒരു കാര്യം കൂടെ പറയാം. ഖത്തറിന്റെ ഈ ആക്രമണം നടന്നതിന് തൊട്ടുപുറകെ വ്യോമ ഗതാഗതം മുഴുവൻ സ്തംഭിച്ചു. ഖത്തർ ആ പാത അടച്ചു. നമ്മളെ ഗോപിനാഥ് മുതുകാട് അവിടെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. മുതുകാടിന് തിരിച്ച് അപ്രത്യക്ഷമായി തിരുവനന്തപുരത്തേക്ക് അവിടെ അപ്രത്യക്ഷമായി ഇവിടെ എത്തിക്കാടും. തിരുവനന്തപുരത്തേക്ക് വരാൻ പറ്റാണ്ട് ഞാനിവിടെ കുടുങ്ങി കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില മാധ്യമങ്ങൾക്ക് ബൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെ ഇവരിപ്പോ പറയുന്നത് ഇവരിപ്പോ പറയുന്നത് ഞങ്ങൾ ഖത്തറിനെ ആക്രമിച്ചു, അവിടുത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചു. പക്ഷെ ഖത്തറിലെ ജനങ്ങൾക്കോ ഭരണകൂടത്തിനോ ഒന്നും പരിക്കേറ്റില്ല. അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അല്ല രസം എന്താ വെച്ചാല് ഇത് ഇറാൻ നേരത്തെ അമേരിക്കയുടെ താവളങ്ങൾ പകരത്തിന് പകരം ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല അവർ ഖത്തറിലെ അടക്കം വ്യോമതാവളങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുൻകൂർ നോട്ടീസ് കൊടുത്തൊരു ആക്രമണം നടത്തി. അപ്പോൾ അമേരിക്ക അവർക്ക് പരമാവധി മാറ്റാവുന്ന സാധനങ്ങൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ടാവും. മിനിമം ഡാമേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രംപ് പറഞ്ഞ എന്താണെന്നറിയാവോ, ഇത് ഇങ്ങനെ മുൻകൂട്ടി ഒരു ആക്രമണം നടത്തിയതിന് നന്ദിയുണ്ട്, ഞങ്ങൾക്ക് വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല, വലിയ പ്രശ്നങ്ങളില്ല. ഏറ്റവും രസം എന്താ വെച്ചാൽ ഈ പറയുന്ന സൈനിക താവളം എന്ന് പറഞ്ഞാൽ ജനവാസ മേഖലയിൽ നിന്ന് വളരെ മാറി മരുഭൂമിയിലാണ്. അവിടെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഈ സൈനിക സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് പറ്റിയതൊഴിച്ചാൽ അവിടെ നാശം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അല്ല ഇറാനും അങ്ങനെ ലക്ഷ്യം വെച്ചിട്ടില്ല, മനുഷ്യർക്ക് അപകടം ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യം. അല്ല അതായത് ഇറാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, അമേരിക്ക ഇനിയും കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് മാന്തും. അല്ല അത് മാത്രമല്ല, അത്തരത്തിലൊരു ലക്ഷ്യം വെച്ചാൽ ഖത്തറും കൂടി അതിൽ ഇറാനെതിരെ തിരിയാനുള്ള സാധ്യത. ആ സ്റ്റേറ്റ്മെന്റ് വന്നു. അതായത് ഖത്തറിന്റെ പരമാധികാരത്തിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും ലംഘനം എന്ന് ചാർട്ടറിന്റെ ലംഘനമാണെന്നും ഖത്തറിന്റെ വേറൊരു കോമഡി ഉണ്ട് ഇതില്. അതായത് ഈ ഖത്തർ എന്ന് പറയുന്ന ഇറാന്റെ സൗഹൃദ രാഷ്ട്രമാണ്. അതായത് അളിയൻ കയറി അടിച്ചതാ. അല്ല പക്ഷെ അതിനകത്ത് അതാണല്ലോ ഇറാൻ പറഞ്ഞത്, ഞങ്ങൾ ഖത്തറിനെതിരെ അല്ല. യുഎസിന്റെ സൈനിക താവളം ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിന്റെ സൈനിക താവളം ഉള്ളപ്പോ അവരെ അടിക്കുന്നതിന് തുല്യമല്ലേ ആ രാജ്യത്തിന്റെ സൈനിക താവളത്തെ അടിക്കുന്നത്. ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ എത്താനുള്ള സാധനം വേണ്ട ഇറാന്റെ അടുത്ത്. അപ്പൊ പിന്നെ അല്ല കഴിഞ്ഞ ദിവസം ഒരു കോമഡി വന്നായിരുന്നേ. അതായത് നമ്മുടെ പാകിസ്ഥാൻ ഇറാനുമായിട്ട് സഹകരണമാണല്ലോ. അപ്പോൾ പാകിസ്ഥാൻ നമ്മുടെ ഇസ്രയേലിൽ ആറ്റം ബോംബ് പൊട്ടിക്കും എന്നൊരു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രയേൽ ഇന്ത്യയോട് പറയൂ അത്രേ പാകിസ്ഥാൻ ആക്രമിക്കാം. കാര്യം ഇവർ തമ്മിൽ നല്ല ദൂരമല്ലേ. ഓരോരോ ഇന്ത്യ ഒരു യുദ്ധം കഴിഞ്ഞതിന്റെ അതെങ്ങനെ തീർത്തെന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പോഴാണ് ഇനി അടുത്ത കൊട്ടേഷനും കൊണ്ട് ഇസ്രായേലിന് വേണ്ടി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കും. നല്ല രസമുണ്ട് കേൾക്കാനൊക്കെ. അത് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിക്കുന്ന ഒരു സാധനം. അതെ, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഇപ്പൊ പലരും ഈ വാർത്തകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇറാന് ഭയമുണ്ട്. തന്നെ ആരും കൊള്ളിച്ചു പറഞ്ഞ പോലെയാണുള്ളത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ പറ്റൂല. ചില മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എല്ലാവരുടെ കയ്യിലും വരുന്ന സാധനമാണ് വാട്സപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല രസകരമായ കമന്റുകൾ നോക്കിയാൽ മതി, അതിന്റെ താഴെ കാണും. അത്തരം വാർത്തകൾ ഉണ്ടെങ്കിൽ അതിന്റെ താഴെ നല്ല രസമുള്ള കമന്റ്, അത് വായിക്കാനാണ് രസം. വാർത്ത കേൾക്കുന്നതിനേക്കാൾ രസകരമായ നല്ല കമന്റ്, നല്ല കലാപരമായ കമന്റുകളൊക്കെ ഉണ്ടാവും. പുതിയ മറ്റേ ഇതുണ്ടല്ലോ, എന്ത് പദാവലിയാണ് അല്ല നമ്മുടെ ഈ ഒരു പറയുമല്ലോ, നമ്മുടെ ശബ്ദതാരാവലിക്ക് പുതിയ സംഭാവനകൾ കമന്റുകളിൽ ഉണ്ടാവും. അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായത്തിൽ ഇനി എന്തായിരിക്കും ഇതിനൊരു അവസാനം? അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് അമേരിക്ക ടാർഗറ്റ് ചെയ്ത 2 ലക്ഷ്യങ്ങൾ അവർ നേടി. ഒന്ന്, അവിടെ ആണവ നിർവ്യാപന കരാർ ഉണ്ടാവുകയോ ആണവ സമ്പുഷ്ടീകരണം അവസാനിക്കുകയോ ചെയ്യും. അതിന് ഇപ്പൊ അടിസ്ഥാന സൗകര്യം ഇല്ല. അവര് ചിലപ്പോ ഈ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായി അവർ ആണവ നിർവ്യാപന കരാറിലേക്ക് വരും. അവിടെ മറ്റേ അൽ ഖമനേയി എന്ന് പറയുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത. അൽ ഖമനേയുടെ അനുയായിയാണ് ഇപ്പം സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തു തുടങ്ങിയത്. ഖമനേയി എവിടെ? ഖമനേയി പോയി. ഖമനേയി ഇല്ല. ഖമനേയി ആദ്യം മുതലേ ഇല്ല. അങ്ങനെ തീർത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരില്ലാന്ന് തോന്നുന്നു. കാരണം അവര് കണ്ടുപിടിച്ചൊന്ന് ട്രംപ് പറഞ്ഞുവല്ലോ. അതായത് പേടിച്ച് ഹൃദയ ആഘാതമെല്ലാം വന്ന് വെന്റിലേറ്ററിലായിരിക്കും, ഇല്ലെങ്കിൽ തട്ടിപ്പോയി കാണും. അല്ല ഈ ഒരു പ്രായത്തിൽ ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിടാനും മാത്രമുള്ള മാനസിക ആരോഗ്യം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് സംശയമുണ്ട്. പിന്നെ അത് മാത്രമല്ല, പുള്ളി എവിടെ ഉണ്ടെന്ന് കൃത്യമായി ഇസ്രായേലിനറിയാം, ഉറപ്പാണ്. കാര്യം അവരുടെ ഈ മൊസാദ് എന്ന് പറയുന്ന സംഘടന ആ രാജ്യത്തിനകത്ത് കയറി ചെന്നിട്ടാണ് ഓരോരുത്തരെ വകവരുത്തിയത്.
അപ്പോൾ ഉറപ്പായിട്ടും ഇയാൾ എവിടെയുണ്ട്, ഇയാൾ എങ്ങോട്ടാണ് മുങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പം മറ്റേതെങ്കിലും രാജ്യങ്ങളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അതടക്കം മൊസാദിനറിയാം. അപ്പോൾ ഒന്നുകിൽ അയാൾ ഈ സംഘർഷത്തിനിടയിൽ ഏതെങ്കിലും ടണലിൻ്റെ അകത്ത് കുടുങ്ങി തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ രഹസ്യമായിട്ട് എവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ താമസമില്ലാണ്ട് ആ വാർത്ത നമുക്ക് വരും. ഏതോ ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഒരു അജ്ഞാതന്റെ കരവിരുതിൽ അതും തീരും. ഒരു അജ്ഞാതൻ ചിലപ്പോ ഇസ്രായേലിലും ഇറാനിലും ഒക്കെ കയറി ഒന്ന് കളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇസ്രായേലിന് അങ്ങനെ ചരിത്രമുണ്ട്. അല്ല, ഇസ്രായേലില് അല്ല, ഇറാനില്, പാകിസ്ഥാനിൽ ഇപ്പൊ സ്ഥിരം അജ്ഞാതന്മാർ കയറി ഇറങ്ങുന്നുണ്ടല്ലോ. അതുപോലെ ഏതെങ്കിലും ഒരു അജ്ഞാതന്റെ കയ്യാൽ ഇദ്ദേഹവും തീർന്നിട്ടുണ്ട്. അജ്ഞാതന്റെ ട്രെൻഡ് തുടങ്ങി വെച്ചത് ഇസ്രായേലാണെന്ന്. ഇസ്രായേൽ അവർക്ക് താല്പര്യമുള്ള, അവർക്ക് കണ്ണി കരടായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കും, എന്നിട്ട് ഡ്രോണുകൾ അയക്കും, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ചുമ്മാ ഒരാൾ വഴിയെ ഹലോ എന്ന് കൈ കൊടുക്കുമ്പോഴായിരിക്കും തീരുന്നത്. എന്തായാലും ഈ വാർത്ത സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കാത്തിരിക്കുന്ന വ്യക്തി ഞാൻ ഇടപെട്ട് എല്ലാം തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് മാത്രം കണക്കാക്കിയാൽ മാത്രം. അല്ല, ട്രംപിന് ഇത് വലിയ ബമ്പറാണ്. ഈ പറയാമല്ലോ ഞാൻ ഇടപെട്ടിട്ട് തീർത്തു. പക്ഷെ ആദ്യമായിട്ടാണ് ഒരിടത്ത് ബോംബ് ഇട്ടിട്ട് സമാധാനം ഉണ്ടായത്. അത് ഇങ്ങേർക്ക് മാത്രമേ കഴിയൂ. അതാണ് ഏറ്റവും വിചിത്രം. എന്തായാലും സമാധാനം പുലരട്ടെ, നമുക്ക് അത്ര മാത്രമേ ഉള്ളൂ.